ഹായ്. അപ്പോൾ രാവിലെ തന്നെ മഴയായിരുന്നു. നമുക്ക് ഫസ്റ്റ് ഡേ ആണ്. കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചു ഞാൻ ഒറ്റ സെറ്റിൽ 500 പുഷപ്സും 100 പുള്ളപ്സും ഒക്കെ ചെയ്യുന്നവർ. അങ്ങനെയല്ല, 1 ഡേയിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നേ ഉള്ളേ. 1 ഡേയിൽ ഇപ്പോൾ ഇത്ര എന്നെ കൊണ്ട് പറ്റുന്ന 10 ആണെങ്കിൽ 10 ഇത്രയും വീതം 500 കംപ്ലീറ്റ് ചെയ്താൽ മതി. മഴയായതുകൊണ്ട് ഞാൻ മേളിൽ നിന്ന് ചെയ്യുകയാണ്. പ്രോപ്പർ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പുഷപ്സിലേക്ക് കടന്നത്. താഴെ വെള്ളം ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സൈഡിൽ അരഫിത്തിയിലാണ് കയറി നിന്ന് പുഷപ്സ് അടിച്ചത്. അപ്പം ആരും അങ്ങനെ ട്രൈ ഒന്നും ചെയ്യരുത്. നമുക്ക് സേഫ്റ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് കുറച്ചുകൂടി ഡയമണ്ട് പൊസിഷനിലാണ് പുഷപ്സ് അടിച്ചത്. അപ്പോൾ അത് ഇച്ചിരി കുറേക്കൂടി ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മുടെ മാക്സിമം എത്രയാണ് എല്ലാം പുഷപ്സ് ആയാലും പുള്ളപ്സ് ആയാലും നമ്മുടെ പഞ്ചസ് ആയാലും എല്ലാം ഫസ്റ്റ് സെറ്റിൽ എത്ര പോകുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. പഞ്ചസ് പിന്നെ പൊക്കോളും, അത് കുഴപ്പമില്ല. പക്ഷേ പുഷപ്സും പുള്ളപ്സും ഫസ്റ്റ് സെറ്റിൽ എത്ര പോകുന്നു മാക്സിമം നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ 50 വരെ പോയുള്ളൂ. ആക്ച്വലി ഞാൻ 111 പുഷപ്പ് വരെ 1 മിനിറ്റ് അടിച്ചിട്ടുണ്ട്. ഫുൾ എക്സ്റ്റൻഷൻ അല്ല, ഇത് കണക്ക് ഒരു ഹാഫൊക്കെ വരുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ കൂടി 111 പുഷപ്സ് ഞാൻ എൻ്റെ കരിയർ ബെസ്റ്റാണ്. ബട്ട് പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്ക് അതേ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ 50 അടിച്ചുള്ളൂ. 50 ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. 50 പോയുള്ളേ. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് അതും 50 ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഇതിൽ നമ്മൾ 100 പുഷപ്സ് ആണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. 50 100 പുഷപ്സ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പഞ്ചസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 100 ഫസ്റ്റ് സെറ്റ് കരുതിയിരുന്നത്. 50 അടിച്ച് 1000 പഞ്ച് ക്ലിയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ 1000 പഞ്ച് നമ്മൾ ആൻഡ്രാപ്പ് കുറ്റിയിട്ടാണ് ഇടിക്കുന്നത്. എപ്പോഴും അത് കണക്ക് ആയിരിക്കണമെന്നില്ല. ഷാഡോ ബോക്സിങ് ചെയ്താലും മതി. 1000 പഞ്ച് ചെയ്താൽ മതി. ഷാഡോ ബോക്സിങ് ഇതിപ്പോൾ എനിക്ക് വീട്ടിൽ ചെറിയൊരു പഞ്ചിങ് ബാഗ് ഉണ്ട്, അപ്പോൾ അതിലിടിക്കുകയാണ്. ഈ പഞ്ചിങ് ബാഗ് ചെറിയ ബാഗാണ്. ഇതിനകത്ത് മണ്ണും അറുക്കപ്പൊടിയാണ് നിറച്ചിരുന്നത്. വീഡിയോ എല്ലാം നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സ്പീഡിലാണ് ഇട്ടേക്കുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ പഞ്ചസ് എല്ലാം എത്ര പോകുന്നതെന്നൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സ്ലോ മോഷൻ എടുത്ത് നോക്കാം. പ്രോപ്പർ നമ്മളെല്ലാം കൗണ്ട് പുഷപ്സ് ആയാലും നമ്മുടെ പുള്ളപ്സ് ആയാലും പഞ്ചസ് ആയാലും എല്ലാം കൗണ്ട് പ്രോപ്പറാണ്. ഈ ബാഗ് എൻ്റെ അവിടെ ഏകദേശം ഒരു 8 വർഷമായിട്ടുണ്ട്. ഇതൊരു 500 രൂപയേ ഉള്ളൂ. പക്ഷേ ചെറിയ ബാഗാണ്. ബട്ട് എന്നിരുന്നാലും അതിൻ്റെ ഒരു ക്വാളിറ്റി 500 രൂപ ആയതേ ഉള്ളൂ. 7-8 വർഷമായിട്ട് എൻ്റെ ഉണ്ട്. ഞാൻ ഫുള്ള് ഇടിച്ചുകൊണ്ടിരിക്കുമല്ലോ കേട്ടോ. എന്ന് വെച്ചാൽ ഇത് നശിക്കാതെ തന്നെ ഞാൻ ഇടിച്ചുകൊണ്ടിരുന്നിട്ടല്ല. ബട്ട് എന്നിരുന്നാലും ഇതുണ്ട്, ഒരു ചെറിയ കറ എന്താ, ഇതെല്ലാം എൻ്റെ ചോരകളാണ്. ഞാൻ ഇടിച്ച് ചോരയെല്ലാം പറ്റിയിട്ടുള്ളത്. ഇതൊക്കെ ചോരകളാണ്. ബട്ട് ഇത് വർഷങ്ങളായി, എന്നിട്ട് ഇത് നശിച്ചില്ല എന്ന് പറഞ്ഞതാണ്. ഇത് ബാഗ് ഉള്ളതുകൊണ്ട് ഞാൻ ബാഗിലിരിക്കുന്നു. ബാഗില്ലെങ്കിൽ അത് ഷാഡോ ബോക്സിങ് ചെയ്താലും മതി. 1000 പഞ്ച് ക്ലിയർ ചെയ്യാന്നേ ഉള്ളൂ 1 ഡേയിൽ. പഞ്ചസൊക്കെ നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സ്പീഡ് ഓടിച്ചു വിടുവാണ്. ടൈം അധികം കിട്ടത്തില്ല, അതുകൊണ്ടാണ്. ഈ പഞ്ചസ് ആയാലും അടുത്ത പുള്ളപ്സ് ഉണ്ട്, അതെല്ലാം സ്പീഡാണ്. ടു ഹൺഡ്രഡ് പഞ്ചസ് ആയ ടോട്ടൽ. ഇത് ഇടിച്ച് ഇച്ചിരി വെയിറ്റ് കുറവായതുകൊണ്ടാണ് പറന്ന് കളിക്കുന്നത്. ബട്ട് എനിക്ക് ഷാഡോ ബോക്സിങ് ചെയ്യാനുള്ള എനിക്ക് ബാഗ് ഇടിക്കാൻ കിട്ടിയത് തന്നെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു.
200 എന്ന് പറഞ്ഞത് ആദ്യം 100 ഇടിച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് 100 എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് 100, ദെൻ ഇത് അടുത്ത 100, 200 ആയി. ദെൻ ഇത് 300ൻ്റെ പഞ്ച് ഇടിക്കുവാണ്. 200 സംതിങ് ആയി ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി പഞ്ചസൊക്കെ ഞാൻ ഒറ്റ തവണ ആയിട്ട് തന്നെ 1000 പഞ്ചസ് ഇടിച്ച് തീർക്കാൻ പറ്റും. പക്ഷേ അത് ഇടിച്ചില്ല. ഇത് കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പതുക്കെ അത് 100 എന്നൊക്കെ പറയും പതുക്കെ സ്ലോയിൽ ചെയ്തതാണ്. പക്ഷേ ഇത് ഒറ്റ സെറ്റിൽ തന്നെ 1000 ഇടിക്കാൻ പറ്റും. ബാഗ് കണക്കല്ല, നമ്മൾ പുഷപ്സിലൊക്കെ പഴയ ഒരു പുള്ളിങ് വരത്തില്ല. പുഷപ്സ് ആയാലും പുള്ളപ്സ് ആയാലും ഇത് എന്തായാലും നമ്മളെല്ലാം കൗണ്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ 400 നമ്മൾ കൗണ്ട് ചെയ്യുന്നത് നമ്മുടെ എത്രത്തോളം ഫസ്റ്റ് ഡേ നമ്മൾ എത്രത്തോളം അടിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് പുഷപ്സ് ഞാൻ 50 പോയുള്ളൂ, ഫസ്റ്റ് സെറ്റിൽ 50 പോയുള്ളൂ. ദെൻ പുള്ളപ്സ് ഇന്ന് 20 പോയുള്ളൂ. പഞ്ചസ് 100 അത് ഞാൻ കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ്, പഞ്ചസിൻ്റെ കൂട്ടണ്ട. അപ്പം 500 ആയി. ഫസ്റ്റ് നമ്മൾ പുഷപ്സ് 50 ചെയ്തുള്ളൂ. ബട്ട് നോർമലി ഞാൻ കൗണ്ട് കൂടുതൽ പോകുന്നത് 1 മിനിറ്റ് 111 അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറെ. ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ സോ കൺസിസ്റ്റൻ്റായിട്ട് വർക്കൗട്ട് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ഡേയിലുള്ള കൗണ്ട് 50, ഇപ്പോൾ പുഷപ്സ് ആയാലും 20 പുള്ളപ്സ് ആയാലും, ദെൻ ലാസ്റ്റ് 100 ഡേ ആയി കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കണക്കൂട്ടി കറക്റ്റ് കണ്ടറിയാൻ പറ്റും. നമ്മുടെ ബോഡിയിൽ തന്നെ മാറ്റം ഉണ്ടാകും. ബോഡി ആയാലും നമ്മുടെ ഈ എൻഡുറൻസ്, നമ്മളിപ്പോൾ ചെയ്യുന്ന 50 പുഷപ്സ് ആണെങ്കിൽ 100 ഡേയ്സ് കഴിയുമ്പോൾ ആ പുഷപ്സിൻ്റെ എണ്ണം കൂടും. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റുമല്ലോ, സിമ്പിളായിട്ടത് മനസ്സിലാവും. മാത്രമല്ല നിങ്ങളും ഇതിനകത്ത് എൻ്റെ കൂടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കും ആ റിസൾട്ട് കിട്ടും. അപ്പം നിങ്ങളും കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്ക്. നമ്മൾ 100 ഡേയ്സ് ചലഞ്ച് ചെയ്തിട്ട് ചെയ്യാം. മീൻസ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ചില സമയങ്ങളിൽ നമുക്ക് വിട്ടുപോകാം. 700 ആ വിട്ടുപോയ ദിവസം നമ്മൾ കണക്കിലെടുക്കണ്ട. ദെൻ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു തുടങ്ങുക. അപ്പം ഇതിപ്പം ഞാൻ ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി ഒരു സ്പോർട്സ് പേഴ്സൺ എന്നുള്ള നിലയിൽ എനിക്കത് ഓക്കെയാണ്. എൻ്റെ ബോഡി അതിനനുസരിച്ച് ഫ്ലെക്സിബിളാണ്. എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇതിന് കൂടുതൽ വർക്കൗട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഒരു 3 നേരമൊക്കെ ചെയ്തിരുന്ന സമയമുണ്ട് കോമ്പറ്റീഷൻ ടൈമിലൊക്കെ. 800 അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജും ഇപ്പം നോർമലി വർക്കൗട്ടുകളൊക്കെ കുറവായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ അതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യാതിരിക്കുന്ന ഒരാളാണ് എന്നെ ഇതേ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യേണ്ട. ഞാനിപ്പോൾ 500 പുഷപ്സ് ആണെങ്കിൽ നിങ്ങളൊരു 100 പുഷപ്സിലോട്ടാക്ക്. അപ്പം അതിനുള്ളൊരു റിസൾട്ട് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. മാക്സിമം എൻ്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്തു. 900 നമുക്ക് 100 ഡേയ്സ് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. ഉറപ്പായിട്ടും ഇതൊരു നഷ്ടമാവില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. പിന്നെ നമുക്കൊരു ഇത് വരും, ഒരു ചിട്ട ഉണ്ടാവും. പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യുക എന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പം മാക്സിമം നിങ്ങൾ കൂടെ ജോയിൻ ചെയ്യാൻ നോക്കുക. നമുക്ക് ഒരുമിച്ച് സെറ്റാവാം. പഞ്ചസ് കംപ്ലീറ്റഡ്. രാവിലെ തന്നെ കട്ടൻ കാപ്പി. ഫസ്റ്റ് ആയിട്ട് നമ്മുടെ പുള്ളപ്സ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഒരു സെറ്റപ്പ് ആയണ്ട, വീട്ടിനകത്തൊക്കെയുള്ള സെറ്റപ്പാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് PT ഇല്ല, പേഴ്സണൽ ട്രെയിനിങ് ഇല്ല. വർക്കുള്ളപ്പം ജിമ്മിലൊക്കെ പോയി ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വീട്ടിലുള്ള സെറ്റപ്പിൽ ചെയ്യാം കേട്ടോ. നമ്മുടെ 100 ഡേയ്സ് ചലഞ്ച് ആയതുകൊണ്ട് എങ്ങനെ പോയാലും ഇത് വീടായതുകൊണ്ട് കുഴപ്പമില്ല. വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാം. നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണ്, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി അഥവാ ട്രാവലാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോഴെല്ലാം പെട്ടുപോകും. പക്ഷേ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. എന്തായാലും നോക്കാം. അപ്പോൾ ഫസ്റ്റ് സെറ്റ് 20 ആയിട്ടുണ്ടേ. സെക്കൻഡ് സെറ്റ് നമ്മൾ
എല്ലാം ഒരു ആവറേജ് സ്പീഡാക്കിയിട്ടുണ്ട്. ടൈം ഇത് തന്നെ നമ്മുടെ എഡിറ്റിങ്ങിലൊക്കെ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ എഡിറ്റിങ് ഇപ്പോൾ പണി പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എഡിറ്റിങ്ങിലൊക്കെ കുറേ പ്രശ്നമുണ്ട്. സോ എഡിറ്റിങ് കുറച്ചൊന്ന് പഠിച്ച് കഴിയുമ്പോൾ അടിപൊളിയാവും. 40. അപ്പോൾ തേർഡ് സെറ്റ് എഡിറ്റിങ് പഠിച്ച് കഴിയുമ്പോൾ നമുക്കത് അത്യാവശ്യം ഈ പറഞ്ഞ കണക്ക് നിങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഇത് ഞാനിച്ചിരി സ്പീഡ് ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഞാനിത് കുറച്ച് ഇപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ. നമ്മളൊരു 10 days ഒക്കെ ആകുമ്പോഴത്തേന് ഒരു സാധനം കിട്ടും. 60. ഫോർത്ത് സെറ്റാണേ, 20യുടെ ഫോർത്ത് സെറ്റ്. അപ്പോൾ എഡിറ്റിങ്ങിൽ കുറേ കൂടി ബെറ്റർ ആവും. നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ തുടക്കക്കാരാണല്ലോ. എന്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുക കേട്ടോ. എന്തായാലും അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. 80. അപ്പോൾ ലാസ്റ്റ് സെറ്റാണ്, സെറ്റ് ബേസ് ആണ്. 2020യുടെ ഇത് 5th സെറ്റാണ്. അപ്പോൾ ലാസ്റ്റ് 20. ആ 100 പുള്ളപ്സും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെറ്റ് പുഷപ്സ്. പുഷപ്സ് കുറേ കൂടി താഴാം ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ പ്രോപ്പർ അടിച്ച കണക്കായിരുന്നു. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ഗ്യാപ്പുണ്ട്. ബട്ട് അതിന് നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് ഇതിന് പറ്റിയൊരു സാധനമുണ്ട്. നെക്സ്റ്റ് ഡേ നമ്മളത് കാണിക്കാം. 50യിൽ വീണ്ടും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. സ്ഥിരം ചെയ്ത് വരുമ്പോൾ എന്തായാലും ഇമ്പ്രൂവ് ആവും. 50യുടെ സെക്കൻഡ് സെറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നക്കിൾ പുഷപ്സ് അടിച്ചെന്നേ ഉള്ളൂ. നക്കിൾ അടിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ നക്കിൾ അടിച്ചത് എനിക്ക് കുറേ കൂടി കംഫർട്ട് നക്കിളാണ്. ഞാൻ നക്കിളും ചെയ്യും, നോർമൽ പുഷപ്സും ചെയ്യാറുണ്ട്. $100, 200 ആയി. ടോട്ടൽ 200. ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ ഇതാണ്. ഇത് ഫാറ്റായിട്ടുണ്ട്, ഒരു ഫാറ്റായിട്ടുണ്ട്, സൈഡ് ഫാറ്റ്, വലിയ ഫാറ്റ് ഇല്ലായിട്ടുണ്ട്. കണ്ടീഷൻ ഇതാണ്. അങ്ങനെ നമ്മൾ തേർഡ് സെറ്റ് പുഷപ്സ് സ്റ്റാർട്ട് ചെയ്തേ. 200 കംപ്ലീറ്റ് ആയിരുന്നു. ഇപ്പം തേർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതായാലും കുറച്ചുകൂടി താഴാമായിരുന്നു. ബട്ട് വീഡിയോയിൽ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞ കണക്ക് നെക്സ്റ്റ് ഡേ മീൻസ് 2 days കഴിഞ്ഞിട്ടാണ് അത് ഒരു സാധനമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറേ കൂടി കൺവിൻസിങ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് വെച്ച് പുഷപ്സ് ചെയ്താൽ കുറേ കൂടി നിങ്ങൾക്ക് തന്നെ ഒരു തൃപ്തി തോന്നും. ഇത് കുറേ പ്രോപ്പർ വന്നില്ല എന്നുള്ളൊരു സംഭവം. ഇത് കുറച്ച് സ്പീഡ് കൂടി ആക്കുന്നതുകൊണ്ടാണ്. സ്ലോ മോഷനിൽ ചെയ്താൽ കുറച്ചുകൂടി വരുന്നുണ്ട്. സ്പീഡ് കാണുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വരാത്തതാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളെ ഫസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ 300 ഫിനിഷ് ആയിരിക്കുകയാണ്. ഫുള്ള് മിസ്റ്റേക്കാണെന്നോ അത് തിരുത്താണെന്നോ അങ്ങനെയൊന്നും ഞാൻ നോക്കുന്നില്ല. കാരണം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പുഷപ്സാണ്. ഈ പുഷപ്സ് ആയാലും പ്രോപ്പർ താഴെ വരാത്തതാണെന്ന് തോന്നുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും ഓക്കെയാണ്. ഫുൾ സ്ട്രെച്ച് വരുന്നില്ല ഇതിനകത്ത്. എന്നാലും ഓക്കെ പുഷപ്സാണ്. ഇത് കുഴപ്പമില്ലാത്ത പുഷപ്സാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ആ ഒരു സാധനം നമുക്കത് മേടിക്കണം. അതുള്ളപ്പം നമുക്ക് കുറേ കൂടി ബെറ്ററായിട്ട് നമുക്ക് പുഷപ്സ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ക്യാമറ ആംഗിൾ. നമ്മൾ ക്യാമറ ഫ്രണ്ടിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ക്യാമറ ആംഗിളിൻ്റെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. ക്യാമറ താഴെയാണല്ലോ. ഫോർത്ത് സെറ്റ് പുഷപ്സിൻ്റെ രണ്ടാം പാതി മീൻസ് 50 മോർ പുഷപ്സ് ഉണ്ട്. 50 കൂടി കഴിഞ്ഞിട്ട് 400 പുഷപ്സ് ആവും.
ഞാൻ എന്നെ ന്യായീകരിക്കുന്നതൊന്നുമില്ല, എൻ്റേതായ മിസ്റ്റേക്കുകളുണ്ടെന്ന് എനിക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ബട്ട് ഞാൻ നെക്സ്റ്റ് ടൈം പോകെ ഞാനത് പ്രോപ്പറാക്കി കൊണ്ടുവരാം. എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, സോ എന്തായാലും അത് പ്രോപ്പറാവും. പോകെ ഞാൻ സെറ്റ് ചെയ്തോളാം. $400 കംപ്ലീറ്റ്. ഇനി ലാസ്റ്റ് 100 പുഷപ്സ് കൂടെ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് 100 പുഷപ്സ്. അപ്പോൾ ഇത് നമ്മുടെ ടോട്ടൽ 450 പുഷപ്സായി. ലാസ്റ്റ് 50. അപ്പോൾ ലാസ്റ്റ് 50 പോവാണ്. ലാസ്റ്റ് 50 എന്ന് പറഞ്ഞാൽ ഫുള്ള് ഓൾറെഡി ടയേർഡാണ്, ചെയ്യാതിരുന്നതിൻ്റെ ഒരു ക്ഷീണമാണ്. അപ്പം ലാസ്റ്റ് 50 പോവാം. അപ്പോൾ നമ്മൾ ഡെയിലി പുഷപ്സും പുള്ളപ്സും പഞ്ചസും ഒക്കെ ചെയ്ത് ഫുൾ ബോഡി വർക്കൗട്ട്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർ റെസ്റ്റ്, പ്രോപ്പർ ഫുഡും എടുത്തില്ലെങ്കിൽ എന്തായിരിക്കും? അതിനനുസരിച്ച് നല്ല ബോഡി ഇഞ്ചുറി ആവും. അപ്പോൾ ഞാൻ അത്യാവശ്യം വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരു ബോഡി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചലഞ്ച് 500 പുഷപ്സും 100 പുള്ളപ്സും ഒക്കെ എടുത്തത്. നിങ്ങൾ വർക്കൗട്ടൊന്നും ചെയ്യാത്ത ഒരു ഇതാണ്, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് വേണം വർക്കൗട്ടൊക്കെ സെലക്ട് ചെയ്യാൻ, കേട്ടാ. ഞാൻ എന്തായാലും പ്രോപ്പർ ഫുഡും എടുക്കുന്നുണ്ട്, പ്രോപ്പർ റെസ്റ്റും എടുക്കുന്നുണ്ട്. സോ എന്നെ അനുകരിച്ച് നിങ്ങൾ അധികം ചെയ്യരുത്. ബട്ട് വർക്കൗട്ട് ഒരു നോർമൽ ഒരു പ്ലാന് ചെയ്യാം. 500 പകരം 100 ഒക്കെ എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ നോക്കി ഒരു ചലഞ്ച്. എന്തായാലും ഉറപ്പായും വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവർക്കും റിസൾട്ട് ഉണ്ടായിരിക്കും. 100 ഡേയ്സ് എന്ന് പറയുന്നത് അത് വലിയൊരു ടൈമാണ്. ഒരു 3.5 ഒരു 3 മാസത്തിന് മേളിൽ എന്തായാലും ഉണ്ട്. അപ്പം അത്രയും നാൾ ചെയ്ത് എന്തായാലും ഒരു റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ലാസ്റ്റ് 100 അടിക്കാൻ ഒത്തിരി പാടുപെട്ട് ചെയ്യാതിരുന്ന് ചെയ്തതിൻ്റെയാണ്. ഫസ്റ്റ് ഡേ ആണല്ലോ, റെഡി ആയിക്കോളൂ. ഇപ്പോൾ ഉള്ള ബോഡി കണ്ടീഷൻ, കറണ്ട് കണ്ടീഷൻ ഇതാണ്. ഫാറ്റ് കുറച്ചുണ്ട്, സൈഡ് ഫാറ്റ് ഉണ്ട് കുറച്ച്, ബെല്ലി ഫാറ്റ്. ടോട്ടലി ഇത് ഫസ്റ്റ് ഡേ ആയതേ ഉള്ളൂ. ഇനി കിടക്കുന്ന എന്തായാലും 100 ഡേയ്സ് ഫിനിഷ് ചെയ്യും. കഷ്ടപ്പെടാതെ ഒന്നും നേടാൻ സാധിക്കില്ല. സോ ഞാനത് കംപ്ലീറ്റ് ചെയ്തിരിക്കും.